കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്ത. അടൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിരവധി പെൺകുട്ടികളോട് മോശമായ രീതിയിൽ ഇടപെടുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു ശ്രദ്ധ നേടിയത്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് ട്രെൻഡിങ്ങിൽ നിലനിൽക്കുന്നത്. ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് ഒലീവിയ ഡിസൈൻസിലെ ജീവനക്കാർ. മോഹന വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ ജോലിക്കെടുത്ത ശേഷം കൃത്യമായ ശമ്പളം കൊടുക്കാതെ ഉടമകൾ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഉടമകളിലൊരാളായ പുരുഷനിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നതായും ഒലീവിയയിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന നിരവധി പെൺകുട്ടികൾ പരാതിപ്പെട്ടു. ഒലീവിയ ഡിസൈൻസ് വളരെ തുച്ഛമായ വിലയ്ക്ക് സ്ത്രീകളുടെ കുർത്തകൾ വിപണനം ചെയ്തുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നത്. പെൺകുട്ടികൾക്ക് ജോലി നൽകുന്നതിൻ്റെ പേരിലും ഇവർ ശ്രദ്ധ നേടിയിരുന്നു. 20,000 രൂപയും അക്കോമഡേഷൻ ഫ്രീ ആയി ആണ് പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ ജോലിക്കാർ തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒലീവിയ ഡിസൈൻസിൽ പരസ്യത്തിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല നടക്കുന്നത് എന്നാണ് അവിടെ ജോലി ചെയ്തവർ പറയുന്നത്. 20,000 രൂപ എന്ന് പറഞ്ഞ് 10,000 രൂപ ബൗണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആദ്യം ചെയ്യുന്നത് മാത്രമല്ല, പിന്നീട് ഇൻഷുറൻസും കട്ടും ഒക്കെ ചേർത്ത് കയ്യിൽ കിട്ടുന്നത് 8,000 രൂപയായിരിക്കും. അവിടെ ഒരു ഫിക്സഡ് സാലറി ഇല്ല, കമ്മീഷനാണുള്ളത്. ഒരാൾ എത്ര രൂപയ്ക്ക് ജോലി ചെയ്യുന്നു ആ പൈസയ്ക്ക് 10% അയാളുടെ സാലറി. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയി എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ കയ്യിൽ നിന്നും പൈസ 1,500 രൂപ അതിന് വാങ്ങും. ട്രെയിനിങ്ങിലാണ് എന്ന് പറഞ്ഞ് ആദ്യത്തെ 15 ദിവസം ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം മിക്കപ്പോഴും ജോലിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടുകയും ചെയ്യും. ജോലി ചെയ്തതിന് ശേഷം പൈസ ഫൈനാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾക്കായി കട്ട് ചെയ്യും. പരാതി കൊടുക്കുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്താൽ വളരെ മോശമായ അനുഭവമാണ് ലഭിക്കുന്നത്. മുൻപും ഈ സ്ഥാപനത്തെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു. അന്ന് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഓൺലൈൻ കച്ചവടത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ്. എല്ലാ ശനിയാഴ്ചകളിലും ആണ് ഇൻ്റർവ്യൂ വയ്ക്കുന്നത്. കാണാൻ നല്ല നിറമുള്ള നല്ല ജാതിയിലുള്ള പെൺകുട്ടികളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. സംഭവം പുറംലോകം അറിയുകയും വലിയ വാർത്തയാവുകയും ചെയ്തതോടെ പല പ്രമുഖരും ഇടപെട്ട് വിഷയം ഒതുക്കാൻ നോക്കിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു.